ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ ഒരു മീൻ കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ കൊഴുവ മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇതിന് കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് മാക്സിമം മൺചട്ടി തന്നെ യൂസ് ചെയ്യുക. മൺചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും നമുക്ക് മീൻ കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു സബോള, കുറച്ച് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പുളി ആവശ്യമുണ്ട്. പുളിക്കായിട്ട് ഞാനിവിടെ കുടപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാളംപുളി എടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്താൽ മതി. ഞാനിവിടെ 2-3 കഷ്ണം കുടപ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി എപ്പോഴും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല ചെറുതാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് കൂടുതലുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ നാളികേരം അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അരമുറി നാളികേരമാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് 3-4 ചെറിയുള്ളി നന്നാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്ത് അരയ്ക്കണം. നമ്മൾ പെരുംജീരകം ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോകരുത്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നാളികേരം ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നാളികേരം അരച്ചെടുക്കുക. ഇത് നമ്മുടെ നേരത്തെ കൂട്ടി വെച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ കറിക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ നാളികേരം അരയ്ക്കാനായിട്ട് അധികം വെള്ളം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കറി ഇപ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കറിയുടെ തിക്നെസ് ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാലൻസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി ഗ്യാസുമ്മ വെച്ച് ഈ നാളികേരം നല്ല രീതിക്ക് തന്നെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാളികേരമൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള മീൻ ഈ സമയത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ കറി ഇളക്കണ സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഇളക്കണം. കാരണം മീൻ ഇട്ടേക്കണ കാരണം ഇളക്കി കൊടുക്കുമ്പോൾ മീൻ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പതുക്കെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചാലും മതി. ഇപ്പം നമ്മൾ മീൻ കറി അടച്ച് വെച്ച് വേവിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.